പ്രിയരെ, എന്തുകൊണ്ട് വിശേഷം? സുഖം തന്നെ എല്ലാവർക്കും. ഇന്നൊരു വെറൈറ്റി മുതിരക്കറിയാണ്. ഈ പറഞ്ഞ ഭയങ്കര ടേസ്റ്റ് ഐറ്റംസ് ഒന്നുമല്ല, അത് ആദ്യമേ പറയാം. പക്ഷേ ആരോഗ്യത്തിന് പ്രോട്ടീനും മിനറൽസും എല്ലാം ഉള്ള സാധനമാണ്. നിങ്ങളും ഇഷ്ടമുള്ളവർ കഴിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല വൃത്തിയായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാം. പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. അതൊന്നും ഈ കാണുന്നവർ കാണുന്നുണ്ട്, ആരും അടിക്കുന്നില്ല. മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹെൽപ്പും വേണം, സപ്പോർട്ടും വേണം. അപ്പം 5 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്ത മുതിര, അതിനകത്ത് അതൊരു കുക്കറിനകത്ത് ആ മുതിര തട്ടി, ഒരു ഗ്ലാസ് മുതിര, 1.5 ഗ്ലാസ് 1 ഗ്ലാസ് മുതിര തട്ടി, അതിനകത്ത് 4 പച്ചമുളകും കറിവേപ്പിലയും ഇത്തിരി ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി ഇതിനെ ഒരു 5 വിസിലടുപ്പിച്ച് വേവിക്കണം. 5 വിസിലടിക്കുമ്പോഴത്തേന് ഏകദേശം വേവും. പക്ഷേ എന്നാലും ഇത് അളിഞ്ഞ് വരുമൊന്നും ആവില്ല, അങ്ങനത്തെ ഐറ്റമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുന്നത്, പണ്ട് കുതിരയ്ക്കൊക്കെ കൊടുക്കുന്ന സാധനം നല്ല സ്ട്രോങ് ആവാനുള്ള സാധനം, മീൻസ് കുതിരയ്ക്ക് നല്ല സ്ട്രോങ് ഒക്കെ കിട്ടാൻ വേണ്ടി, വേറെ അർത്ഥമൊന്നുമില്ല, കുതിരയ്ക്ക് നല്ല സ്ട്രോങ് കിട്ടാനെന്നൊക്കെ പറയും. പക്ഷേ ഇത് ഈ അയണും പ്രോട്ടീനൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഇനി നമ്മൾ തേങ്ങ അരച്ചാണ് ഈ സാധനം വെക്കുന്നത്. അതിനിട്ട് ഒരു അര തേങ്ങ എടുത്ത് അതിനകത്ത് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 കൊച്ചുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ, പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിന് തേങ്ങ അരച്ച് വെക്കാം. അതിൻ്റെ കൂടെ ചേർക്കാം. തേങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അത്രയും രുചി വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പയറേറിയ മറ്റ് കറികളാണെങ്കിൽ അത്ര ടേസ്റ്റി അല്ലത്. പക്ഷേ കൊള്ളാം, ആരോഗ്യത്തിന് പറ്റിയ സാധനമാണ്. പ്രോട്ടീനും അയണും കണ്ടൻറ്റും ഒക്കെ കൂടുതലുള്ളതാണ്. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ച് 6-7 കൊച്ചുള്ളി അരിഞ്ഞ് അതിനെ കടുവിട്ട് പൊട്ടിച്ച കൊച്ചുള്ളിയെ നല്ലപോലെ നമ്മൾ കടുവ് വറുക്കുന്ന പോലെ മൂപ്പിച്ച്, കുറച്ച് 2 തണ്ട് കറിവേപ്പിലയിട്ട് 2 വറ്റൽമുളക് ഇട്ട് നല്ലപോലെ അതിനെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിനകത്തോട്ട് ഒഴിച്ച് ഇതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൂക്കുന്ന വരുമല്ല, എണ്ണയ്ക്ക് ഒന്ന് മിക്സ് ആവട്ടെ. നമ്മളിതിനകത്ത് ഇനി ഉപ്പ് ഇടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി മുതിരയ്ക്കകത്ത് ഉപ്പിട്ടാൽ വേവിച്ചേക്കുന്ന ആ ഉപ്പ് ഇതിനകത്ത് തന്നെ പിടിക്കും. ഉപ്പ് കൂടിയാലും കൊള്ളത്തില്ല. ഇനി അതിനകത്ത് ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേനും, നമ്മുടെ ഏകദേശം തിളയാകുമ്പോഴത്തേനും നമ്മുടെ മുതിര വേവിച്ച് വെച്ചിരുന്ന മുതിര അതിനകത്തോട്ട് തട്ടി അതിനെ നല്ല മിക്സ് ചെയ്ത് ഒരു 4-5 മിനിറ്റ് തിളച്ചാൽ മതി. ഓൾറെഡി മുതിര വെന്തയായതുകൊണ്ട് ഉപ്പൊക്കെ പിടിച്ച് എല്ലായിടത്തും ഇതിനകത്തെല്ലാം ഉപ്പ് പിടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യമേ പറയാൻ, നല്ല രുചിയൊന്നുമില്ല. പക്ഷേ ഇത് ആരോഗ്യത്തിന് പറ്റിയ സാധനം. ഡയറ്റ് എടുക്കുന്നവർക്കായാലും നല്ല ബെസ്റ്റ് സാധനം. പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്തത് മറക്കരുത്. ഓക്കെ, താങ്ക് യു.